നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, അംബികമാൻ, ബിജുകുട്ടൻ ചേട്ടാ. നമസ്കാരം. പിന്നെ ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? ഇങ്ങോട്ട് വിളിക്കാം. സജിചേട്ടനുണ്ട്, ശ്രീജു ഉണ്ട്, കൂടെ ദീപ്തി ഉണ്ട്. ഒരു നല്ല കൈയടി. എല്ലാരും കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം, മനസ്സിലിതു മഞ്ഞു മാസം. ചിറകിൽ നിറം കുടഞ്ഞുണരും ഞാൻ അവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയും കൊണ്ട് വരണ കണ്ടപ്പോൾ അവിടെ ഇരുന്നോണ്ട് കുറെ എണ്ണം എന്നെ കളിയാക്കണം. മീനിന് തീറ്റ കൊടുക്കാൻ പോണോന്നും. പിന്നെ അന്നദാനം നടക്കില്ല ഇവിടെ. ഇന്ന് അവന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇതാര് ഈ സമയത്ത് കിടന്ന് വിളിക്കുന്ന ശല്യം? അയ്യോ അച്ഛൻ. ഹലോ മക്കളെ, എവിടെ നിൽക്കണടാ? അച്ഛൻ, ഞാൻ ചൂണ്ടയിടാൻ വന്നച്ചാ. എടാ, നീ ഇന്നലെ കൊണ്ടുവന്ന മീനില്ലേ? അത് ഞാൻ അറുത്ത് കഴുകി കറി വെച്ച്. നല്ല കാര്യം. ചോറിൻ്റെ കൂടെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടേ അത് ഇറക്കാൻ പറ്റുന്നില്ല. ബാക്കിയകത്ത് ഇങ്ങനെ ചവച്ചിരിക്കുക. എന്റെ പൊന്ന് ദൈവമേ, ചൂണ്ടര കൂട്ടത്ത് കൊഴുത്തിടുന്ന റബ്ബറാണല്ലോ അത്. അച്ഛാ അച്ഛാ, അത് ചൂണ്ടര കൂട്ടത്ത് കൊരുത്തിടുന്ന റബ്ബറാണത്. എന്തായാലും കുഴപ്പമില്ല മക്കളെ, ചവയ്ക്കുമ്പോ സമയം പോകുന്നുണ്ട്. അയ്യോ, ഇത് ചെല്ലുമ്പോ ഇനി ആശുപത്രി കൊണ്ടുപോകണ പരുവത്തിലാവും. ഇതൊക്കെ എന്തൊക്കെ കൊട്ടേഷൻ ഒരുക്കി വെക്കണോ എന്തോ ദൈവമേ. എന്താ സംഭവം? ഇതൊറ്റയ്ക്ക് മറിക്കാൻ പറ്റത്തില്ല. പഞ്ചായത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ചാടാനാ? എന്റെ പൊന്നമ്മളെ, നിങ്ങൾ ഒളിമ്പിക്സിൽ പോയി ചാടും, സ്വർണ്ണമെങ്കിലും കെട്ടും. ഇവിടെ ചാടിയ ബോഡി പോലും കെട്ടത്തില്ല. ചാടിച്ചാവാനാ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വാ. 6 മണിക്ക് ഇപ്പൊ ചാടിയ വെള്ളം കലങ്ങും, എനിക്ക് മീൻ കിട്ടത്തില്ല. ഈ ചാകുന്നൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. എന്താ കാര്യം അത് പറ. ചേട്ടന്റെ അവസ്ഥ അറിഞ്ഞൂടാഞ്ഞിട്ടാണ്. അവസ്ഥ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പറ. എനിക്കില്ലേ, എനിക്കൊരുത്തരായിട്ടൊരു പ്രേമം ഉണ്ടായിരുന്നേ. ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ട്രെൻഡാ പ്രേമം, പ്രണയം, ആത്മഹത്യ. ഓക്കെ, ബാക്കി പറ. പിന്നെ എനിക്കൊരുത്തരായിട്ട് ഭയങ്കര ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഭയങ്കര പ്രേമം, ഭയങ്കര കൊടുപ്പുരി ഉണ്ടായിരിക്കണ പ്രേമം. ആയിക്കോട്ടെ. ഞാൻ അവനെ പൊന്നൂസെന്നാണ് കേട്ടോ വിളിക്കണത്. ആയിക്കോട്ടെ. അവൻ ഭയങ്കര ടോക്സിക് ആണ്. അത് ചുമക്കുള്ള ഒരു മരുന്നിന്റെ പേരല്ലേ? അത് ടോണിക്, ഇത് ടോക്സിക്. അപ്പൊ നിന്റെ ഭാഗത്തില്ലേ കൊച്ചെ തെറ്റ്? നിനക്ക് രാവിലെ ഒരുത്താൻ വൈകുന്നേരം ഒരുത്താൻ, എന്നിട്ട് അവനെ കുറ്റം പറഞ്ഞോണ്ട് കൂടെ നടക്കണം. അങ്ങനെയല്ല, അവന് കാലത്ത് ഒരു സ്വഭാവം, വൈകുന്നേരം വേറൊരു സ്വഭാവം. അവന് പല സമയത്തും പല പല സ്വഭാവം. അവന്റെ പേരെന്താ? ആനന്ദൻ. പല പല സ്വഭാവം കാണിക്കണമെങ്കിൽ ആനന്ദൻ അല്ല, ഓന്ത്. അതാണ് അവന് പറ്റിയ പേര്. ചേട്ടാ, എനിക്ക് ക്ഷമ നശിച്ചിട്ടാണ്. ഞാൻ ഒന്നും അവനോട് പറഞ്ഞില്ല. ചെറിയ നിസ്സാര ഒരു കാര്യം പറയാൻ അവനോട് പൊഴപ്പ് ചാടിച്ചാത്തോളം പറഞ്ഞത്. അപ്പൊ അവനെ കാണിക്കണ്ടേ ഞാൻ ചാടിച്ചാവണത്? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. സീരിയസ് ആയിട്ട് പറയാണ്. ഒന്നുമില്ലല്ലോ, എന്തോരം പഠിപ്പും വിവരമുള്ളവളാ ഞാനെന്ന് അറിയാവോ? കണ്ടല്ലേ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ്? ഞാൻ B.Ed വരെ പഠിച്ചു. B.Ed വരെ പഠിച്ചാ? ഞാനല്ലേ ആരോടെങ്കിലും അവിടെ ഒന്നും മിണ്ടിയാ കുറ്റം, ഞാൻ ഇവിടെ ഒന്നും മിണ്ടിയാ കുറ്റം, അവിടെ ഒന്നും മിണ്ടിയാ കുറ്റം. എല്ലാം ടുറ്റ. ഇവന് ഞാൻ എന്ത് പറയാൻ ടുറ്റാണ്. എത്ര വരെ പഠിച്ചെന്ന് പറഞ്ഞ? B.Ed. ഒരു B.Edകാരി പറഞ്ഞോണ്ടോ ട്വിറ്റോ? മക്കളെ, അത് കുറ്റം. കുറ്റം അത് തന്നെയാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയണതൊക്കെ അവന് ചുറ്റുമാണ്. അവനെന്റെ ശവം ഞാൻ കാണിച്ചു. എന്നെ വെറുതെ സാക്ഷിയാക്കലെന്ന്. ഇതിനകത്ത് ചാടിയിട്ട് നീ അതിന് നിനക്ക് പരാജയപ്പെട്ടാൽ, നിനക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നീ ചമ്മും. ഇതിനകത്തുള്ള മീനുകൾ നിന്നെ കളിയാക്കും. ഇതിനകത്തൊരു വരാലുണ്ട്. അവനാണെങ്കിൽ ജനിച്ചതേ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിട്ടാണ്. ഞാനിവിടെ മീൻ പിടിക്കാൻ വരുമോ, മീൻ കിട്ടാൻ വരുമോ, മുകളിൽ വന്ന് എന്നെ കളിയാക്കിട്ട് ചാവല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചാടികൾ വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി മൂക്കി കൂടെ വായി കൂടെ ഒക്കെ വയറൊക്കെ ഇറക്കി. ഭയങ്കര ബുദ്ധിമുട്ടാ. അനുഭവിച്ചാലേ പറ്റുള്ളൂ. പേടിയാണ്. കയറി കെട്ടി തൂങ്ങി ഞാൻ കയറി കെട്ടി തൂങ്ങി. കയറി കെട്ടി തൂങ്ങിയ കഴുത്തിൽ ഇങ്ങനെ കറുത്ത വര വീഴും. അത് മാത്രമല്ല, ശ്വാസം മുട്ടും, കണ്ണ് തള്ളും, നാക്ക് തള്ളും. ചാവരുത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞാൻ വിഷം അടിച്ച് ഞാൻ ചാവും. ഞാൻ ഒരു കൈക്ക് തീരൂലല്ലോ എന്റെ പൊന്ന് ദൈവമേ. വിഷം അടിച്ചു കഴിഞ്ഞാൽ ഈ കളറൊക്കെ മാറി കറുത്ത കളറാവും. അത് മാത്രമല്ല, ഇങ്ങനെ കൊണ്ട് കിടത്തിയിരിക്കുമ്പോണ്ടല്ല ഒരൊറ്റ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല, കാണാൻ കൊള്ളൂല. സീരിയസ് ആയിട്ട് പറയണേ. കടലിൽ ഉപ്പുള്ളതാണ്, കുടിച്ചാ BP കൂടി ചത്തുപോകും. പോവല്ലെന്നാണ് പറയുന്നത്.
ചേട്ടാ ശരിക്കും ഡോക്ടർ അല്ലേ? ഡോക്ടറാ? ലീവുള്ള സമയത്ത് ചൂണ്ടിടാൻ വന്നല്ലേ? സത്യം പറ. എനിക്ക് മനസ്സിലായി ഡോക്ടർ അല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇത്ര കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റി? ആ എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ പ്രാവശ്യം ഇതേപോലെ ഞാൻ ആശുപത്രി കിടന്നിരിക്കുന്നു. ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പോഴുണ്ടല്ല ആശുപത്രിയിൽ വന്ന് നോക്കുന്ന ആൾക്കാർ പറയുന്നത് നീരാളിയാണ് കിടക്കുന്നത്. എവിടെ കൂടെയൊക്കെ ട്യൂബ് കയറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് അനുഭവമല്ലേ? ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാ? പ്രേമം ഉണ്ടാന്ന് 36 വർഷമായി ഞാൻ ഇതൊക്കെ തുടങ്ങി. അതിനിടയ്ക്ക് കുറെ പെണ്ണുങ്ങൾ എന്നെ പ്രേമിച്ചിട്ടുണ്ട്, അവരെന്നെ കുറെ പേര് തേച്ചിട്ടുമുണ്ട്. ഇതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. എന്നെ കുറെ പെണ്ണുങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. അവരിനിയും എന്നെ ഒരുപാട് അറിയാനുണ്ട്. അന്നും ഇന്നും ബിജുക്കുട്ടൻ തന്നെ. അല്ല ബിജുക്കുട്ടനല്ല, ബിജു കൊട്ടിയം തന്നെ. ഇനിയും ഞാൻ വീഡിയോ കോൾ വിളിക്കും. പിന്നില്ലേ വേറൊരു കാര്യം പറയട്ടെ ചേട്ടാ, കാര്യം എന്തൊക്കെ പറഞ്ഞാലേ എന്റെ പൊന്നുസിന് എന്റെ ജീവനാണ്. ചുമ്മാ പറയാം, ഞാൻ പറഞ്ഞ വിട്ടുകളാ, സീരിയസ് കേസാണ്. വിട്ടുകളെ ഞാൻ പറഞ്ഞ അങ്ങനെ ശരിയാവും? എന്ത്? ഞാനും അവനും കൂടെ ഈ ലോകം മുഴുവൻ നാട് മുഴുവൻ കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നടന്ന നാട്ടുകാരും ഉണ്ടല്ലേ. എനിക്ക് ആര് ചെറുക്കനെ തരാനാ? എനിക്കിന് കല്യാണം നടക്കൂല. അത് നിങ്ങൾ അന്വേഷിക്കാത്തോണ്ടാണ്. എല്ലാം അറിഞ്ഞിട്ടൊക്കെ കെട്ടാൻ വേണ്ടിട്ടൊക്കെ ആൾക്കാരൊക്കെ വരും. ആരും വരാനാ ചേട്ടാ? എന്നെ കെട്ടാൻ ഇനി ആരും വരില്ല. ചുറ്റുവട്ടത്തൊക്കെ നോക്കണം. എന്നെ കെട്ടാൻ ആരും വന്നിരിക്കൂല, എനിക്കറിയാം. ഒഴിച്ചു നോക്കിയാ ഒരാൾ ചൂണ്ടിട്ടോണ്ടിരിക്കണം. ചേട്ടൻ പുഴയിലാണോ ചൂണ്ടിടണ, എന്നെയാണോ ചൂണ്ടിട്ട് പിടിക്കണം? ഞാനൊരു കാര്യം പറയാം. സീരിയസ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രേമം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരുപാട് വിലപ്പെട്ട സംഭവം. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലേ പൊന്നുസിനെ ജീവനാന്ന് പറഞ്ഞില്ലേ, അവൻ എപ്പോഴും പറയും ഞാൻ അവന്റെ പളുങ്ക് പാത്രമാണെന്ന്. പളുങ്ക് പാത്രം വിശ്വസിക്കരുത്, ആണുങ്ങളെ വിശ്വസിക്കരുത്. ഈ പളുങ്ക് പാത്രം എപ്പോഴും വേണം എറിഞ്ഞു ഉടയ്ക്കാം, പൊട്ടിക്കും. വിട്ടുകളാവാന്ന്. അല്ല വേറൊരു കാര്യമുണ്ട്, അതിന് നമ്മൾ ഇങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കുമ്പോ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കൂലേ? തട്ടിമുട്ടുമല്ലോ. തട്ടിങ്കലാവുമ്പോ തട്ടിയും മുട്ടയും ചെയ്യും, അത് പൊട്ടയും ചെയ്യും, സെപ്റ്റിക്കോ. വിട്ടുകളാ, ഞാൻ പറഞ്ഞില്ലേ വിട്ടുകളാ. അത് വിട്ടിട്ട് വാ ഇങ്ങോട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് അവരെപ്പോഴും പറയും പ്രേമിക്കണവർക്ക് കണ്ണൂല മൂക്കൂലെന്ന് പറയും. ആര് പറഞ്ഞു? പൊന്നുസ് പറഞ്ഞു. കണ്ണുകൊണ്ട് മൂക്കുകൊണ്ട് കയ്യും കാലും ഉണ്ട്, അത് ചിലപ്പോ നമ്മളെ കഴുത്ത് കെട്ടി തൂക്കും. വിട്ടുകളാ, വിട്ടിട്ട് വാ വെച്ച ചുമ്മാ ആവശ്യമില്ല. എന്റെ വിധി എന്ന് ആലോചിച്ച് നോക്കണേ. കരയിലും ഒന്നും കൊത്തില്ല, പുഴയിലും ഒന്നും കൊത്തില്ല. ദിവ്യേ, ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ എന്താ ചേട്ടാ ഇവിടെ എന്ന് പറയാം, അവിടെ നിന്ന് വിട്ടുവിട്ട കേൾക്കണുള്ളൂ, റേഞ്ച് ഇല്ല. ചൂണ്ടിടണം, ഞങ്ങളെ കാണിച്ചാണ് പറഞ്ഞത്, മനസ്സിലായല്ലോ. എന്റെ പറഞ്ഞ ഒന്ന് കാരണം ഇതുണ്ടാ. അയ്യോ ദേഷ്യപ്പെടുന്ന പാവം. അതെ, അവനെ നീ എപ്പോഴും പരിചയപ്പെട്ടോ? ഞാൻ എന്നെ നീ എപ്പോഴും കണ്ട? ഇപ്പൊ കണ്ടല്ല, നേരത്തെ കണ്ട്. അപ്പൊ അത് പറയണം. ഇത് പാവം ചേട്ടൻ. അപ്പൊ ഞാൻ പഞ്ചപാവം. അത് പറ, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. പഞ്ചപാവം. നീ എന്തിനാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും? എനിക്ക് പേടിയാണ്. പൊന്നസല്ലേ പറഞ്ഞ എന്നോട് ഏതൊരു പുഴയിൽ പോയി ചാടുന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നീ ഇറങ്ങി പോകൂ. എനിക്ക് സങ്കടം വരൂലേ? സങ്കടം ഒന്നും ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ എന്നോട് എപ്പോഴും പറയൂലേ നീ ഒരു പളുങ്ക് പാത്രമാണെന്ന്. എറിഞ്ഞ് പൊട്ടിക്കാനായിരുന്നല്ലേ, എന്നെ എറിഞ്ഞ് പൊട്ടിക്കാനായിരുന്നല്ലേ പളുങ്കാണ് പാത്രം എന്നൊക്കെ പറഞ്ഞത്. ആര് പറഞ്ഞു അങ്ങനെ? ഈ ചേട്ടൻ. എനിക്കെന്തിന്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു? ആരാവശ്യമില്ലാത്ത പളുങ്ക് പാത്രം എറിഞ്ഞ് പൊട്ടിക്കുമെന്നൊക്കെ പൊട്ടാലോ, സാധ്യത ഉണ്ടല്ലോ. ഞാൻ ഒരു സാധ്യത പറഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പൊ കണ്ടോളൂ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞങ്ങളെ കുടുംബം. വേണ്ട പൊന്നുസേ, പാവം ചേട്ടൻ. പൊന്നുസേ പാവം ചേട്ടൻ. അവനെ നീ എപ്പോഴും കണ്ടത്? ഇപ്പൊ കണ്ടു. എന്നെ നേരത്തെ കണ്ട്. എന്നത് പറയണം ഞാൻ പാവണമെന്ന്. പഞ്ചപാവം. നീ എന്തിനാ ഇങ്ങനെ കിടന്നു? അതല്ല, ചട്ടിയും കലൊക്കെ ആകുമ്പോ തട്ടിമുട്ടിരിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിച്ച് സെപ്റ്റിക് ആക്കാനായിരുന്നില്ലേ? അതാര് പറഞ്ഞു? തട്ടിക്കലോ തട്ടിമുട്ടും. ചട്ടികലോ തട്ടും. തട്ടിക്കലം ഉണ്ടാക്കണം എന്തല്ലടാ മണ്ണില്. പിന്നെ എങ്ങനെയാ സെപ്റ്റിക് ആവണം? എനിക്കൊന്ന് പറഞ്ഞാടാ. വല്ല ഡോക്ടർക്കും പോയി ചോദിച്ചാ. എനിക്കൊന്നും അറിഞ്ഞോ, എന്റെ അടുത്തൊന്നും ചോദിച്ചാൽ ഞാൻ വേണ്ട പൊന്നുസേ, പാവം ചേട്ടൻ. പൊന്നുസേ പാവം ചേട്ടൻ. അയാൾ എപ്പോഴും കണ്ടത്? ഇപ്പൊ കണ്ട്. എന്നെ നേരത്തെ കണ്ട്. ഇന്ന് ഞാൻ പാവെന്ന് പറഞ്ഞൂടെ? പൊന്നുസേ പഞ്ചപാവം. എന്നാ പിന്നെ പറയാ അങ്ങനെ. പക്ഷെ പ്രേമിക്കുമ്പോ കണ്ണും മൂക്കും കാണൂലെന്നൊക്കെ പറഞ്ഞ കള്ളത്തരം. കണ്ണും കാണും, മൂക്കും കാണും, കൈയും കാണല്ല. എന്നെ കഴുത്തിന് വന്ന് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയായിരുന്നില്ല. അതൊക്കെ എനിക്കറിയാം. എന്നെ കൊന്ന് കെട്ടിത്തൂക്കാനുള്ള പരിപാടി. അതാര് പറഞ്ഞു?
നിനക്കെന്ത്? ഞാൻ അവളും കൂടെ ജീവിക്കണേ നിനക്ക് പിടിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി. നിന്റെ ക്രിയേറ്റിവിറ്റി കാണിക്കാനാണ് എന്റെ കുടുംബം. ആണോടാ? നീ എന്താണ് എന്റെ മണ്ടയ്ക്കൊന്ന് പറഞ്ഞത്? പിന്നെ ചൂണ്ടയിടാമെന്ന് ചൂണ്ടയിട്ടിട്ട് പോയപ്പോ ഞാൻ ചൂണ്ടിടുന്ന അയ്യോ ഒരാൾ ചാകാൻ വരുന്നു, വേറൊരാൾ രക്ഷിക്കാൻ വരുന്നു. മര്യാദ ഇവിടെ കണ്ട് സംസാരിക്കില്ല, മീൻ കൊത്തത്തില്ല. പാവം ചേട്ടൻ എല്ലാം കൂടി എന്റെ മണ്ടയ്ക്ക് ഞാൻ എന്ത് തെറ്റിയത്? ദിവ്യ ഇങ്ങോട്ട് വാ. നീ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം. നീ എന്നെ കിട്ടിട്ട് അവിടെ നിങ്ങൾ വന്ന് നീ ഇനി എന്റെ ജീവിതത്തിൽ തിരിച്ചോട്ട് വരൂലെന്ന് എനിക്ക് തോന്നി. ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം നീ ചിലപ്പോ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിന്റെ മുമ്പ് വെച്ച് കുടിച്ച് ചാവാ ജ്യൂസിൽ വിഷം കലക്കി. ഇല്ല ഞാൻ എന്തിനു പൊന്നെ അങ്ങനെ അങ്ങനെ എന്റെ പൊന്നില്ലാണ്ട് ഞാൻ അല്ലെങ്കിൽ ഈ ദിവ്യ നീ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഒരു കാര്യം പറയുമ്പോ അഞ്ചിനെ കയറി അങ്ങനെ സംസാരിക്കട്ടെ. കുട്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഞാൻ ജീവിക്കൂല. അനിയാ നിന്റെ പേര് തരും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ബിജു കോട്ടിയൊന്ന്. നീ അങ്ങനെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ എന്റെ കുടുംബം കരക്കെടുപ്പിക്കാൻ നോക്കുമ്പോ അതിന്റെ ഓടിക്കണം. പോടാ. എന്റെ പൊന്നസ് ചാകാൻ പോണ അതിന്റെ ഇടയിൽ വന്നിട്ട് വർത്താനം എന്തായാലും 5 മിനിറ്റ് അത് ചാവും. ഉള്ള സത്യം പറഞ്ഞിട്ട് രാഘവണ്ണ ബിജു കൊട്ടിയാണേ. അണ്ണാ അണ്ണന്റെ 3 പെമ്മക്കളെ കല്യാണം മുടക്കിയ ഞാനാണ് അണ്ണ. കുളത്തിന്റെ അവിടെ ഇരിക്കണ നമ്മളെ ആറ്റിന്റെ അവിടെ. ഓ ഗുണ്ട വാസണ്ണ അണ്ണാ ബിജു കൊട്ടിയാണ് അണ്ണ. അണ്ണാ അണ്ണന്റെ ഭാര്യയെ മോശമാണെന്നും പറഞ്ഞോണ്ട് ഉമ്മക്കത്തയച്ച ഞാനാണെന്ന. വാള് കൊണ്ടുവരുന്ന ഇവിടെ പുഴക്കര ഉണ്ടെന്ന. ഹലോ തമ്മലം പോലീസ് സ്റ്റേഷനല്ലേ? ബിജു കൊട്ടിയാണ് സാറേ. പോലീസ് ജീപ്പിന്റെ ടാങ്ക് പറഞ്ഞ അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ച ഞാനാണ് സാർ. നിനക്ക് എന്താടാ? നിനക്കെന്ത്? നീ ഫോൺ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിച്ചു പറയാൻ. എന്തായാലും അവരെല്ലാവരും ഞാൻ ചാവുന്നതിന് പോലുള്ള സത്യങ്ങളൊക്കെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞിട്ട് ചാവാന്ന് വിചാരിച്ച്. അയ്യേ ഞങ്ങളെ വിഷയത്തിന് നീ എന്തിനു ചാവണത്? പൊട്ട ചേത്തറാജ് വന്ന് പറഞ്ഞു ഞാൻ നീ വിഷം കൊണ്ടുവച്ചിരുന്ന ഈ സാധനം എടുത്ത് കുടിച്ചെന്ന് ചേത്തറാജ് പറഞ്ഞു. ഒരു ഫോട്ടോ ഇട്. സ്റ്റാറ്റസ് ഇടാ. സ്റ്റാറ്റസ് നിന്റെ ഫോട്ടോ അപ്പൊ പിന്നെ ഞാൻ ഈ സമയത്താണാടാ നിന്റെ പാവങ്കളി എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു. ഒരാൾ ചാവം കിടക്കും ഇങ്ങനെ പറയല്ലേ. എടാ ഏച്ചി പോടാ, ഏച്ചി പോടാ. പറഞ്ഞ കേട്ടോ ബിജു കൊട്ടി ഏച്ചി പോടാ. നീ എന്തിനാ കാര്യം എന്നെ ആശുപത്രി കൊണ്ടുപോടാ. എടാ ഇവള് വരൂലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞില്ല അതിനകത്ത് വിഷമുണ്ടെന്ന്. അതിനകത്തൊരു കുന്തമില്ല. ഇവള് വരൂലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി പോയില്ലേ? അപ്പൊ ഇവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ നുണ പറഞ്ഞു. വിഷമില്ലേ? ഒന്നുമില്ല അതിനകത്ത്. ചുമ്മാ മനുഷ്യനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ചത്തു പോന്ന്. ചത്തില്ലല്ലോ. ഇല്ല ചത്തില്ല. വിട്. ആര് വിളിക്കണേ? തമ്മനം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഗുണ്ട വാസുണ്ണനും വിളിക്കുന്നുണ്ട്, രാഘവണ്ണനും വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ചേട്ടേ, രാഘവണ്ണൻ വന്ന് മിക്കവാറും എന്നെ അടിക്കും. ഗുണ്ട വാസുണ്ണൻ വന്ന് എന്നെ വെട്ടിക്കൂട്ടി ഇവിടെ ഇടും. പോലീസുകാർ വന്ന് എന്നെ ഒന്ന് റിമാൻഡ് ചെയ്യും. ഞാനിപ്പോ എന്ത് ചെയ്യോടെ? എന്ത് ചെയ്യുന്ന നിനക്കൊരു കുഴപ്പമില്ല. നീ എടുത്തിട്ട് കാര്യം പറ. നീ എടുത്ത് കാര്യം പറഞ്ഞ നിനക്കൊരു കുഴപ്പമില്ലല്ലോ. വിഷം കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ കുഴപ്പം? കുപ്പിയിൽ വിഷം ഉണ്ടായില്ലല്ലോ. ചേട്ടൻ എന്ത് പറ്റാനാ പേടിക്കണ? എന്തിനാ? അത് ശരിയാണല്ലോ. എന്തേട്ടാ ഇപ്പോൾ കാര്യം നിനക്ക് ഏകദേശം മനസ്സിലായ? എന്താ വിചേട്ടാ? ഇവ ഇപ്പോഴും നിന്നെ തേച്ച്. ഇപ്പോഴും നിന്നെ തേച്ച്. തേച്ചില്ലേ? ഈ കൊച്ചു അതിനകത്ത് വിഷം ഇല്ലാന്നല്ലേ? അവ വിഷം ഉണ്ടെന്ന് പറഞ്ഞിലൂടെ കൊണ്ടുവച്ചത്. പാണിയെട്ടിന്റെ നിനക്കിപ്പോ കിട്ടാൻ പോവാ. ദൈവമേ, അതിനകത്ത് വിഷം കലക്കൊണ്ട് വന്നാ മതിയായിരുന്നു. എനിക്ക് വേണ്ടിട്ടല്ല, യവന് കൊടുത്തു കൊല്ലേ. ഹലോ, ഉഗ്ര സ്കിറ്റ്, ഒരു ഉഗ്ര കൈഡി. അംബികാമേ, സൂപ്പർ 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 നന്നായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്താ? കരയിലും ചൂണ്ടയിട്ടിട്ട് കിട്ടുന്നില്ല, വെള്ളത്തിലും എവിടുന്ന് കിട്ടുന്നു ഇതൊക്കെ?
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ കൗണ്ടേഴ്സും നിങ്ങളെ എക്സ്പ്രഷനും അവസാനം ഇതാരാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. അതൊക്കെ അതായത് ഇനി അടിച്ചോ എന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നന്നായി. ബിജു കൊട്ടിയം കൊണ്ടുപോയി സ്കിറ്റ്. അതെ, അവരവരുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾ രസമായിട്ട് ചെയ്തു, നന്നായിരുന്നു. അങ്ങനെ നിന്ന് ഓരോരുത്തരും നൈസ്. താങ്ക് യു ബിജു കുട്ടൻ ചേട്ടാ. ശ്രീജു, എന്തോ ദീപ്തി, എന്തോ ബിജു കൊട്ടിയം പേര് മാറ്റിയോ? ബിജു കൊട്ടിയം തൂക്കിക്കളഞ്ഞ്. അത് ഭയങ്കര ആദ്യം എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് കരുതിയത്. പിന്നെ സ്കിറ്റ് അങ്ങോട്ട് ഭയങ്കരമായി. കാരണം ചൂണ്ട ഇടുന്നതും പിന്നെ അവിടെ കുളിക്കാൻ വരുന്നതും പെണ്ണുങ്ങൾ അങ്ങനെ നമ്മൾ അതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് കരുതി. പിന്നെ ഈ പ്രേമിച്ച് വരുന്ന ഒരു പെണ്ണിനെ നമ്മൾ എന്തോരം നേരം തടഞ്ഞു നിർത്തുമെന്ന് കരുതി. പക്ഷേ അതിനകത്തൊക്കെ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രീജു വന്നോടുകൂടി ഇതിൻ്റെ കളിയുടെ പാറ്റേൺ അങ്ങോട്ട് മാറി. ബിജു കൊട്ടിയത്തിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരത്തിൽ നിന്ന് ചിരിക്കാൻ പറ്റി നമുക്ക്. കയ്യിലിരിപ്പിന്റെയും കൂടെ ആണ് അഡ്വൈസ് കൊടുക്കണേയാണല്ലോ. അല്ല, ഇവിടെ പറയുമ്പോ വേറെ എവിടെയോ കിട്ടുന്ന പോലെ. അതെ, എവിടെയോ ഒരു കൊട്ടിയം ബിജു ഉണ്ട്. അതെ, ഇവിടെ ഇപ്പൊ ഇയാള് പറഞ്ഞു കൊടുക്കണേൻ്റെ കാര്യങ്ങള് പിന്നെ പ്രതിഫലിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ഓരോ കാര്യങ്ങൾ ആര് പറഞ്ഞു, ഇയാള് പറഞ്ഞ് പിന്നെ സ്വയം ആക്കിയാണ്. ഞാനാണ് പറഞ്ഞത്. പുള്ളി പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്ര പെട്ടെന്ന് കുട്ടൂസോ പൊന്നൂസോ പൊന്നൂസ് ഇവിടെ വരുന്നത് പ്രതീക്ഷിക്കുന്നില്ല. അല്ല, നമ്മളും ഒരിക്കലും വിചാരിച്ചില്ല ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രതി ആവോ എന്നുള്ളത്. കൂടുതലൊന്നും പറയാനില്ല, കിടിലനായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. ക്ലൈമാക്സ് വരെ നല്ല സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. നമ്മൾ ഈ കുളിക്കടവൊക്കെ കാണുമ്പോൾ സാധാ ഒരു സ്കിറ്റ്, അവിടെ ചൂണ്ടയിടാൻ വരുന്ന എന്തെങ്കിലുമൊക്കെ ജോക്കുകൾ പറഞ്ഞങ്ങ് മാറുക എന്നുള്ളതാണ് വരുത്. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ആ ആ ജ്യൂസ് അവിടെ കൊണ്ടേ വെച്ചപ്പോൾ കാമുകൻ വരുന്നു, ജ്യൂസ് കൊണ്ടേ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കല്ലടിച്ചു. കാര്യം അത് വിഷം കലർത്തിയതായിരിക്കും, അത് ഇരിക്കുന്ന അടുത്ത ആളെടുത്ത് കഴിക്കും, അയാൾ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും, അവിടെ കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ആ റൂട്ട് പിടിച്ചില്ല. അതടിച്ച് അത് വിഷമാണെന്ന് കേട്ട ഉടനെ കയറി എടുത്ത് അടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സഹതാപമാണ്. ഞാൻ ഇന്നതിൻ്റെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വിളിച്ച് ഏതായാലും മരിക്കാൻ പോവുക എന്നാൽ അവരെ വിളിച്ച കാര്യം പറഞ്ഞേച്ച് മരിക്കുക എന്നുള്ള ആ ഒരു ട്രെയിനിങ് നിങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. നല്ല കൗണ്ടറുകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ആ ഹോസ്പിറ്റലിലെ കേസ് കെട്ടുകളൊക്കെ പറയുന്നില്ലേ, ഇന്ന തൂങ്ങിച്ചത്ത് കഴിഞ്ഞാൽ ചെന്നാൽ ഇന്നതാണ്, മറ്റേ വെള്ളത്തിൽ പോയാൽ ഇന്ന രീതിയിലാണ്, അതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇതിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നല്ല സിറ്റുവേഷൻസുകളായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. അത് നല്ല രസമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തു കേട്ടോ. ആ ട്രെയിനിങ്ങും അവിടെ പോയി നിച്ചുകൊണ്ടിടുമ്പോൾ ഒരു നോട്ടം ഉണ്ടല്ലോ, ആര് പറഞ്ഞു തരി, അങ്ങോട്ടൊരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടമൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നോട്ടമാണ്. പക്ഷെ അതൊക്കെ ചിരിക്കാനുള്ള സിറ്റുവേഷൻസുകളായിരുന്നു. ഗംഭീരമായിരുന്നു 3 പേര്. ജോർജ് സാറിൻ്റെ ഡയലോഗ് പല സ്കിറ്റുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, കാരണം വേറെ പറയുന്നത്. പക്ഷെ ബിജു കൊട്ടിയം പറഞ്ഞത് കിട്ടില്ലായിരുന്നു. എനിക്ക് കൊട്ടേഷൻ എല്ലാവരും കൂടെ പറഞ്ഞു. അത് കടലിൽ ചാടിയ BP കയറി വെള്ളം കുടിച്ചു. ഏത് മീനാണ് വന്ന് കൊഞ്ഞനം കുത്തുന്നത്? അപ്പൊ നമുക്ക് വേറെ ബിജു കുട്ടത്തിനും കൂട്ടരെ മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. ഞാനൊരു 22 മാർക്ക് കൊടുക്കാം. 22,000 രൂപ. അമ്പികമ്മ? ഞാനൊരു 20. 42,000 രൂപ ആയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് സിൽവർ പഞ്ച്. എന്റെ ബാക്ക് ടു ബാക്ക് പഞ്ചുകൾ അടിച്ച് ഇതാ പറയൂ ശ്രീജു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. അതേപരി അതിൽ താങ്ക്സ് ഏറ്റവും കൂടുതൽ ശശാങ്കണ്ണ. ഞങ്ങൾ ഈ കണ്ടന്റ് ഒരു വേറെ ടൈപ്പാണ് പിടിച്ചത്. അപ്പം അതിങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് പുള്ളിയാ. പുള്ളിയാണ് ഈ പാറ്റേൺ റെഡിയാക്കി തന്നത്. ശശാങ്കണ്ണ ക്ലൈമാക്സ് അതുവരെയുള്ള എല്ലാ റൂട്ട് അടക്കം പറഞ്ഞു തന്നത് അടിപൊളി. ശശാങ്കണ്ണൻ ഒരു ഉഗ്രം കൈഡി, അത് നല്ല കോൺട്രിബ്യൂട്ട്. അത് രാജേഷേട്ടനും അതുപോലെ സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര സഹായമായിരുന്നു. എന്താ ബിനു കൊട്ടിയം സഹായിച്ചില്ലേ? സഹായിക്കാനുള്ള ഇതിലായിരുന്നു, വർക്കിലായിരുന്നു. ഫ്ലോറിലൊരു ഹൈപ്പ് ഉണ്ടാക്കി. തീർച്ചയായിട്ടും. ദീപ്തി? ഒരുപാട് സന്തോഷം. എനിക്ക് ഇവരുടെ കൂടെ സ്കിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിന് ഭയങ്കര സന്തോഷം. നല്ല എൻജോയ് ചെയ്തിട്ടാ ചെയ്തത്. ടെൻഷൻ ഇല്ല, ഇന്ന് നമ്മളെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇവരുടെ സ്കിറ്റ് കളിക്കും. നമ്മൾ അടിക്കും. അല്ല, ദീപ്തിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷൻ കിട്ടുമ്പോ ആ ഒരു എന്തായാലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്രാഫ് നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ.
കൊട്ടിയം. ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് എന്തോ ബിജുക്കുട്ടിയും. ഈ ചൂണ്ടിടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പേര് വരുമോ? സാധാരണ മിമിക്രി ആർട്ടിസ്റ്റ് കലാകാരന്മാർക്കൊക്കെയാണ് ഇങ്ങനെ വന്നത്. ഇല്ല, സ്ഥിരമായിട്ട് കൊട്ടിയത്ത് ചൂണ്ടയിടുന്ന ബിജു ആയിരിക്കും ചിലപ്പോ. പിന്നെ വിളിച്ചു പോകും. യെസ് പ്ലീസ്. എന്താ വലിയ സന്തോഷം. പിന്നെ ബിജുക്കുട്ടൻ ചേട്ടന് നന്ദി. ബിജു കൊട്ടിയൻ ചേട്ടന് നന്ദി. എന്താ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ സ്കിറ്റ് ഗോൾഡൻ ആയിരുന്നു. അപ്പോ ഒരു സിൽവർ കുറച്ചുകൂടി സന്തോഷം. ആദ്യം 10 മടങ്ങ് സന്തോഷം ടീമിന്റെ പേരിലായിരുന്നാലും എല്ലാവർക്കും, ഗ്രൂമേഴ്സിനും എല്ലാവർക്കും. ഇതുപോലെ ഉഷാറായിട്ട് പോട്ടെ. നല്ല നല്ല ഐറ്റങ്ങളുമായിട്ട് വരൂ, ചിരിപ്പിക്കൂ, ഇഷ്ടംപോലെ പൈസ വാങ്ങിച്ചോണ്ട് പോകും. ശ്രീജു, താങ്ക് യു. ബിജു കുട്ടിയും നല്ലൊരു ജോലിയുണ്ട്, അതുകൊണ്ട് ഇത് നിർത്തിക്കോ കേട്ടോ. ഇവിടെ അല്ല, ഇവിടെ. താങ്ക് യു ദീപ്തി. ശരി ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേരയുടെ അടുത്ത സ്കിറ്റിന്റെ ടീം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. റെഡിയാണെങ്കിൽ വിളിക്കാം. മണിക്കൂട്ട് ചേട്ടനുണ്ട്, രാജേഷ് പാലോടുണ്ട്, കൂടെ അമലുണ്ട്. ഒരു നല്ല കൈയടി കൊടുത്ത് അവരിക്ക് പോരും. ശരി കണ്ടവനും നൊമ്പരമില്ലേ, ശനി കൊണ്ടവനും സന്തോഷമില്ലേ, കണി കണ്ടുണരും കണ്ണുകളെ എല്ലാം നേരല്ലേ. എന്ത് ഗതികേടാ നോക്കണേ. ഫ്ലോറിഡ പോകാനുള്ള ഞാൻ ഈ ഫ്ലോറിന്റെ മേശയുടെ ഇടയിൽ കിടക്കണം. ഇതൊക്കെ നാട്ടുകാർക്കറിയാമോ? ഈ വീട്ടിലൊരു കൈമള മുതലാളിയുണ്ട്. പുള്ളിയുടെ തന്നെ മാമനൊരു 10,000 രൂപ മേടിച്ച്. മാമൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണോ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, 10,000 രൂപയില്ല. എന്നാൽ ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് തന്നെ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി. അന്ന് മുതൽ ഞാനിവിടെ പണയപ്പണ്ട. അപ്പം നിങ്ങൾ നാട്ടുകാർ ചോദിക്കുന്ന നിനക്കിറങ്ങി ഓടാൻ പാടില്ലെന്ന്. പറ്റില്ല, ഇങ്ങനെ കള്ളു കുടിച്ചിറങ്ങിയാൽ ഭയങ്കര മറവിയാ. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് മറന്നു വെച്ചാൽ ഞാൻ കട്ടു എന്ന് പറഞ്ഞ് പോലീസുകാർ എന്നെ പൊക്കിക്കോട്ട് ഇവിടെ കൊടുത്തരും. അങ്ങനെ ഞാനിവിടെ കിടന്ന് നരകിച്ചോണ്ടിരിക്കുക. മറന്നു പൂമക്കളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. എടാ അത്യാഹിതം. അത്യാഹിതോ? അത്യുത്തമൻ എന്ന എന്റെ പേര്. അത് പറഞ്ഞിട്ട് വേണം ഞാൻ അത്യാഹിത വിഭാഗത്തിലോട്ട് പോവാന്. നിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നേ? അണ്ട് അതും മറന്നുപോയോ? എന്റെ മാമൻ 10,000 രൂപ ഒന്ന് കൈസഹായത്തിനെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണോ നിന്നെ നിർത്തിയിരിക്കുന്നത്? അതെ അതെ അതെ. ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നോ? മഴ ഉണ്ടായിരുന്നല്ലോ. അടുത്ത തവണ കൊണ്ടുപോയി ഒഴിക്കാം. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? വെള്ളം ചൂടാക്കി. ആര്യവേപ്പിട്ടായിരുന്നോ? അപ്പൊ അത് കഞ്ഞിയായി പോകത്തില്ലേ? എന്താണ്? അരി അല്പം ഇട്ട് കൊടുത്താ. അരി അല്പം ഇട്ട അതാണോ പറഞ്ഞത്? പിന്നെ ആര്യവേപ്പിട്ടായിരുന്നോ? ആര്യവേപ്പിട്ടായിരുന്നു. ഇട്ടായിരുന്നു. ആ. മഞ്ഞൾ ഇട്ടായിരുന്നോ? മഞ്ഞൾ ഇട്ടില്ലായിരുന്നു. മഞ്ഞൾ ഇട്ടായിരുന്നോന്ന്? മഞ്ഞൾ ഇട്ടായിരുന്നു. എന്തിന്? ഞാൻ മഞ്ഞൾ ഇല്ലാതാണ് കുളിക്കുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. എന്റെ ദൈവമേ, മുടിയാണേ. ഇയാൾക്കൊരു വിചാരമുണ്ട് ഇയാള് പ്രമേഹത്തിലെ മമ്മൂട്ടി, ഞാൻ അർജുന ശകുനമാണ്. ആണ്. നിന്റെ മാമൻ 10,000 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പലിശയും കൂട്ടുപലിശയും കൊണ്ടുവരുമ്പം നിന്നെ കൊടുത്താൽ മതിയെന്ന്. അതുവരെ നീ ഇവിടുത്തെ അർജുന അശോകൻ തന്നെയാണ്. മനസ്സിലായോ? മനസ്സിലായി. ഡോക്ടർ എനിക്ക് ഷുഗർ ആണെന്ന് പറഞ്ഞപ്പോ നീ കൂടെ ഇല്ലായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം 4 ചപ്പാത്തിയിൽ 2 എണ്ണം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നോ? ആ, അത് ചെയ്തു വെച്ചായിരുന്നു. എവിടെ? 2 എണ്ണം കട്ട് ചെയ്ത് കുറെ പീസാക്കി. ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. 2 എണ്ണം വേണ്ടാന്ന് വെക്കണമെന്നാ പറഞ്ഞത്. അതായിരുന്നു പറഞ്ഞത്. എന്റെ വടി എവിടെ? ഊന്നുവടി. ഊന്നുവടിയല്ലേ ഈ പുറകെ കിടക്കുന്നത്. ഓഹോ. ആ, ഇനി എന്റെ ഫോൺ എവിടെ? നിന്റെ ഫോണോ? ഇന്നലെ ലോട്ടറി നോക്കാൻ എന്ന് പറഞ്ഞ് എന്റെ മേടിച്ചോണ്ട് പോയ എന്റെ ഫോൺ എവിടെ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ വാങ്ങിച്ചായിരുന്നു. ഇന്നലെ നിങ്ങൾ കള്ളു കുടിച്ചായിരുന്നു, നിങ്ങൾ മറന്നു. ഇല്ല. കള്ളു കുടിച്ചായിരുന്നു? ഇല്ല. കണ്ണു കുടിച്ച് കുടിക്കണ ഞാൻ കണ്ടതാ. കണ്ണടച്ച് 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 കുടിക്കണ ഞാൻ കണ്ടതാ. ഇച്ചിരിയോ? കാലോ? അരയോ? മുക്കാൽ. അതവിടെ. അതെവിടാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ എടുത്ത് കുടിക്കത്തില്ല. മദ്യത്തിന്റെ ബാക്കിയാണോ ഞാൻ ചോദിച്ചേ? എന്റെ ഫോൺ എവിടെ?
ഫോൺ എവിടാന്ന് എനിക്ക് അറിയാം അയാളാ. അറിയാൻ വയ്യെന്നോ ഇയാളുടെ ഫോൺ എന്ത്? എന്റെ ഫോൺ എടുത്ത് എന്തോ ഞാൻ പോവാ. നീ എന്റെ ഫോൺ എടുത്ത് എന്ത് ചെയ്യാൻ പോവാ? റിങ് അടിക്കണുണ്ടല്ലോ, മാറിന്ന്. ഇവിടെ അല്ലല്ലോ, ഫ്രിഡ്ജിനകത്തുനിന്നോ? ഈശ്വരാ, ഫോണ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കണ്. ഇതെന്തിനാ എന്റെ ഫോൺ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത്? ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ഒരു ഏത്തപ്പഴം എടുക്കാൻ വന്നതാ. ഏത്തപ്പഴം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത്തപ്പഴം. ഏത്തപ്പഴം ചാർജ് ചെയ്യണം. എന്തൊരു ഗതികേടാണെന്നാലും ഞാൻ പോയേ കഞ്ഞിക്ക് കൂട്ടാനുണ്ടാക്കിട്ട് വരാം. നിനക്ക് അടുക്കളയിൽ സഹായത്തിനും പുറംപണിക്കുമായിട്ട് ആ സാവിത്രി ഇപ്പൊ വരുന്നില്ലേ? സാവിത്രി വരത്തില്ലെന്ന് പറയും. അതെന്താ? സാവിത്രി ഇനി വന്ന ഇയാടെ പുറത്തിന് ഒരു പണിയാവും. നിങ്ങൾ എന്തിനാ ടെറസിന് വേണ്ടി നിന്ന് സാവിത്രിയെ നോക്കിയത്? ഡോക്ടർ പറഞ്ഞില്ലേ ദേഹം നന്നായി നോക്കണമെന്ന്. അത് നിങ്ങളുടെ ദേഹം നോക്കണമെന്നാ, അല്ലാതെ കണ്ടവന്മാരുടെ ഭാര്യയുടെ ദേഹം നോക്കണമെന്നല്ല. എന്നാ പിന്നെ നീ അടുക്കളയിലോട്ട് ചെല്ല്. നല്ല രസമുള്ള പരിപാടിയാണ്. ആരാ അനങ്ങിപ്പോരുത്. ആരാ കണ്ടിട്ട് മനസ്സിലായില്ലേ? കിൻഡർ ജോയിലെ കളിപ്പാട്ടമാണോ? കിൻഡർ ജോയിലെ കളിപ്പാട്ടോ? താനെന്തൊരു പുഴുങ്ങിയ മനുഷ്യനാണോ? ഇത്രയും ബിൽഡപ്പും ചെയ്ത് മ്യൂസിക് ഇട്ട് വന്നപ്പോഴത്തേക്ക് കിൻഡർ ജോയിലെ കളിപ്പാട്ടോ? ഞാൻ ഡോണാണ്. ഡോണാണോ? ഡോണാണോ? നീ ഡോണാണെങ്കിൽ ഞാൻ ഡങ്കണക്കണ. ഇവിടെ അങ്ങനല്ല, ഞാൻ അധോലോക നായകൻ കരിമ്പായി. അത് ഈ അടുക്കളയിൽ കയറിയോണ്ടാ. എന്തുവാ കരിയും പായലും ഒരു നാളേക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ ഇത്. എടോ, താൻ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചോർ ബസാർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാ കേൾക്കുന്നേ? ഇവളല്ലേ ഇപ്പൊ പറഞ്ഞത്? അങ്ങനെയാണോ കേട്ടത്? അപ്പൊ ഞാനായിട്ട് ഇട്ട് തരുമായിരുന്നു. അയ്യോ, വല്ല കാര്യമുള്ളവരാണോ? ഞാൻ ഒരു കാര്യം പറയാം. എന്റെ പിറകെ പോലീസുണ്ട്. ഞങ്ങളുടെ പുറകെ ചന്തിയാ. ഈ മുറ്റം നടിക്കാമോ? ഞാൻ കരിമ്പായി. ഇതൊക്കെ ആരാ? എനിക്ക് കിട്ടി. വരൂ, അങ്ങോട്ട് ചെല്ലു. പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ തങ്ങും. ഞാൻ ഇവിടെ ഉള്ള വിവരം പോലീസിനെ അറിയിച്ചാൽ കിട്ടുമോ? കാർന്നോരെ സമ്മതിക്കണം. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ ഉരുക്ക് വരെ നിക്കണില്ലേ? കാർന്നോരെ, ആ പുള്ളി ബോധം കിട്ടുള്ളൂ. കൃത്രിമ ശ്വാസം കൊടുക്കൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തോ പഠിച്ചുതരാം. സാവിത്രി വന്നാർന്നു. ഈ പുള്ളി കഴിഞ്ഞ ആഴ്ച ഒന്ന് മരിച്ചു പോയായിരുന്നു. സാവിത്രി വന്ന് നെഞ്ചിലിടിച്ച് കരഞ്ഞപ്പോ എണീറ്റ് വന്നതാ. ഞരമ്പ. പിന്നെ ഞരമ്പാണോന്നോ? വരും. കേരള പോലീസ് അന്വേഷിക്കുന്ന ഏകദേശം 5 ലക്ഷം രൂപ തലയ്ക്ക് വില പറയുന്ന. ഇത്ര വലിയ തലക്കുണ്ടെങ്കിൽ ഒന്ന് വൃത്തിക്ക് നടക്കാൻ പാടില്ല. പറയട്ടെ, ഏകദേശം 5 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന. കൈ താത്തിട്ടോട്ടെ. ഏകദേശം 5 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു നൊട്രോസ്റ്റാണ്. റോസ്റ്റോ? നൊട്രോസ്റ്റോ എന്തോ ന്യൂട്രീഷനോ? നെയ്റോസ്റ്റ് ആണോ? അതാരാ ഓർഡർ ചെയ്തേ? ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. നിങ്ങളാന്ന് പറഞ്ഞു. നെയ്റോസ്റ്റ് ആരാ ഓർഡർ ചെയ്തേ? ഞാൻ ഓർഡർ ചെയ്തു. അല്ല പിന്നെ എന്തോ സംഭവം നമ്മൾ എന്തോ ബീഫ് റോസ്റ്റ് ഒന്നും അല്ല. അല്ലല്ല, വേറെ സാധനമുണ്ട്. അതെ, റോസ്റ്റ് ചെയ്താണോ? കൊടും കുറ്റവാളി എന്ന് വല്ലതും ആണോ ഉദ്ദേശിച്ചത്? അതിന്റെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, നൊട്ടോറിയസ് ക്രിമിനൽ. എന്റെ കൂടെ കൂടാവും. എന്തിനാ? ചോദിക്കുമ്പോ ആരും പറഞ്ഞു ആ പട്ടി എടുത്തോണ്ട് പോടാ. പട്ടിയോ? പട്ടി എന്നല്ല, പെട്ടി. കൈ താത്തിട്ടോട്ടെ. വേണ്ട, അവനെ നിന്ന് പുഴുത്തോ. എന്നാലും പറയത്തില്ല. ഈ പെട്ടിയിൽ എന്തുവാ? ഈ പെട്ടിയിൽ വില മതിക്കാനാവാത്ത വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ. ഈ പെട്ടിയിൽ വില മതിക്കാനാവാത്ത വെള്ളി മൂങ്ങ. തനിക്ക് എന്തിന്റെ സൂക്കേടാണ്? ഞാൻ വന്നപ്പോ തുടങ്ങിയാണല്ലോ. ഇവനെ മുഖം പിടിച്ച് തറ വരച്ചാൽ ഇവനെ എന്താ ചില പ്രായമായ മനുഷ്യനെ കൊന്നുകളയും. ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ ഉണ്ടാതിരുന്നോണം. കൈ താത്തിട്ടോട്ടെ. ആയിട്ടോ. ഈ പെട്ടിയിൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാണ്. അയ്യോ, ഈ രത്നങ്ങൾ നാളെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ഞാൻ എത്തിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഉള്ള വിവരം പുറത്തൊരു മനുഷ്യനറിയരുത്. ഇല്ല. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് ഈ തോക്കായിരിക്കും. ഈ തോക്ക് സംസാരിക്കോ? ഇത് സംസാരിക്കും, പാട്ട് പാടും. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ഇതിന് 1ാം സമ്മാനം കിട്ടി. സംസ്കൃത ശ്ലോകം. അണ്ണാക്കി കെട്ടിയ പൊട്ടിച്ചളയും. ഉണ്ടായിരുന്നോണം. പിന്നെ ഈ പെട്ടി എന്റെ ഒരുത്തനും കൊണ്ടുപോകത്തില്ല. ഇത് നമ്പർ ലോക്കാ. ഈ നമ്പർ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതെന്താ അങ്ങനെ പറയാ കാര്യം? കണ്ണാടി നോക്കി എനിക്ക് മനസ്സിലാവും. അതെങ്ങനെയാ? 101 കണ്ടില്ലേ?
അതായിരുന്നല്ലേ ഞാൻ ചോദിച്ചേ. അങ്ങനെ അടിച്ചു വെച്ചേക്കുന്ന സാധനം അത്. അപ്പോ കൈ താത്തിട്ടോട്ടെ. കാരണവരെ ഇത് സൂക്ഷിച്ചു വെച്ചോണം. ഞാനോ? ഞാൻ രാവിലെ പോകുമ്പോ തരണം. അത് കിട്ടുകയും ചെയ്യും. പിന്നെ എന്റെ ഒരു സന്തോഷത്തിന് ഇതിരിക്കട്ടെ. മദ്യം കൊടുക്കരുത്. മദ്യം കൊടുക്കരുത്. നീയാണോ തീരുമാനിക്കണേ? മദ്യം കൊടുക്കരുത്. മദ്യം കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ശരി, എന്നാ രാവിലെ കാണാം. രാവിലെ കാണാം. എന്നാ പിന്നെ രാവിലെ കാണാം. രാവിലെ കാണണം. കിടന്നുറങ്ങിയാട്ടെ. ഓക്കെ. നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. എനിക്കങ്ങും പറ്റില്ല. ഞാൻ അകത്ത് പോയി കിടന്നുറങ്ങാം, നീ ഇവിടെ കിടന്നുറങ്ങിക്കോളാം. അതൊന്നും ഇതിലില്ലാത്തത്. ഞാൻ അകത്തേക്ക് വരും. ഇന്നലെ വന്ന് കയറിയതാ. ഇതൊക്കെ ആരാണോ? കരിമ്പായി. ഏറ്റു രാവിലെ ഇരിപ്പുണ്ടോ? ഞാൻ 5 ലക്ഷം രൂപ തലയ്ക്ക് വില മതിക്കുന്ന കരിമ്പൈ ഉമ്മിക്കരി ഉണ്ടോ? അതെന്താണെന്നറിയാവോ? എനിക്ക് പേസ്റ്റ് ശരിയാവൂല. ആ ശിലായി കൊത്തി നിങ്ങൾ പോണില്ലായിരുന്നല്ലേ? മോണ പുള്ളും. മാറിക്കണം അങ്ങോട്ട്. ഇവിടുത്തെ കാർന്നവരെ. അപ്പോ എന്തായാലും എനിക്കൊരു അഭയം തന്നതിന് ഒരുപാട് നന്ദി. ഞാൻ ഏൽപ്പിച്ച ആ ഡയമണ്ട് മാറ കാരണവരെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് മാറി. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് അടങ്ങുന്ന പെട്ടി അതിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ആ നിലത്ത് നിർത്തി അവൻ വർത്താനം പറയാൻ സമ്മതിക്കണ്ടേ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് അടങ്ങുന്ന പെട്ടി അതെവിടെ? ഡയമണ്ടോ? ആ പെട്ടിയോ? ആ എനിക്കെങ്ങനെ അറിയാം? കേട്ടോ, പുള്ളി ഒരു തമാശ. പെട്ടിയോ ഓർമ്മയില്ലെന്നൊക്കെ. കരിമ്പായി ചെറുതായിട്ടൊന്ന് വലിച്ചായിരുന്നു. എന്തോ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നോ പുള്ളിക്ക് മദ്യം കൊടുത്താൽ ഓർമ്മ നിൽക്കില്ലെന്ന്? നീ എപ്പോ പറഞ്ഞു? നീ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞപ്പോഴല്ല താരെന്നെ പേടിപ്പിച്ചത്. നിങ്ങൾ ഇന്നലെ മദ്യം കൊടുത്തോ? കൊടുത്തായിരുന്നു. ആ ലഹരിയിൽ പുള്ളി അത് എവിടെയോ കൊണ്ട് വെച്ച് മറന്നുപോയി. മറന്നുപോയോ? ആ മറന്നുപോയി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. മറ്റേല്ലെന്ന് പോയി ചോദിക്കും. ഞാൻ നിങ്ങളെ തന്നെ പെട്ടി എവിടെ? എനിക്കെങ്ങനെ അറിയാം കുഞ്ഞ്? എന്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. ഇല്ല, ഇവിടെ ഒരു ഡോണിന് ഒരു പ്രശ്നം ഉണ്ടായാൽ 100 ഡോണുകൾ വരും. ഇവിടെ അങ്ങനെ തന്നെ. എന്തുവാ? ഇവിടെ ലോണിന് പ്രശ്നം ഉണ്ടെങ്കിൽ 100 പേര് വരും. ഡോണല്ല, ഡോൺ. ഒരു ഡോണിന് പ്രശ്നം ഉണ്ടായാൽ 100 ഡോൺ വരും. ഞങ്ങൾ ഡോണുകൾ എന്ന് പറഞ്ഞാൽ തെരുവോട്ടികളെ കണക്കാ. തമ്മി കൂറുണ്ട്. തെരുവോട്ടികൾക്ക് ഉടമകളില്ല. അപ്പൊ ഉടമകൾക്ക് തെരുവോട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നത് ഞാൻ ഏൽപ്പിച്ച ഡയമണ്ട്സ് അടങ്ങുന്ന പെട്ടി. എടാ കുഞ്ഞെ, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയാൻ വയ്യ. ഓർമ്മയില്ല? ഇല്ല. ഇത് കണ്ടോ? തോക്ക് ഇത് വെറുതെ വെച്ചിരിക്കുമല്ല. അയ്യോ, ഞാൻ പറയില്ല. വേറെ ഒന്നും ചെയ്യരുത്. വേറെ ഞാൻ പറയുന്നത് കേക്ക്. കരിമ്പായി മിണ്ടായിടോ. കരിമ്പായി എവിടെ കൊണ്ടുവച്ച് മാമ? എവിടെ കൊണ്ടുവച്ച് മാമ? ഇത് അറിഞ്ഞ കരിമ്പായി എന്നെ കൊല്ലും. നമ്മള് കരിമ്പായി അല്ലേ? ഞാൻ കറുപ്പായി തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ വിൽക്കാൻ വന്നത്. ചേട്ടൻ തന്നെ. ഇവിടെ പൊന്നടാവായി എനിക്ക് ഓർമ്മയില്ല. നീ ഒരു കാര്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റുമോ? നിന്റെ തോക്കെടുത്ത് വെടിവെക്കണം. ഇതോ? ഇത് വെച്ചിട്ടോ? എന്റെ പൊന്നു മാമ, ഇത് വള്ളിപ്പൊട്ടാസിൽ ഓടുന്ന സാധനം ഇത്. അല്ല, മാമ വിചാരിക്കുന്ന പോലത്തെ സാധനമല്ല. ഒന്ന് ഓർത്ത് പറയാം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പെട്ടി തന്നു, മദ്യം തന്നു. പിന്നെ നിങ്ങൾ ഈ സാധനം എവിടെ കൊണ്ടുവച്ചു? മദ്യം തന്നായിരുന്നോ? അതും ഓർമ്മയില്ലേ? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല. തമാശ കളിക്കരുത്. എടുത്തോണ്ട് വാ. കാണൊരു മെസ്സേജ്. എന്തോ? ഉത്തമന്റെ മെസ്സേജാ. ഇവിടെ നോക്കട്ടെ. ഒന്ന് വായിച്ചു നോക്കിയേ. പ്രിയപ്പെട്ട കരിമ്പായി അറിയുന്നത് ഞാൻ അത്യുത്തമൻ. കഴിഞ്ഞ 5-6 വർഷമായി ഞാനിവിടെ ഉരുകി ജീവിക്കുകയായിരുന്നു. ഇന്നലെ താൻ ഇവിടെ കയറി വന്നപ്പോഴേ മനസ്സിലായി താൻ കരിമ്പായി അല്ലെന്ന്. താൻ കൊണ്ടുവന്ന പെട്ടി ഞാൻ കൊണ്ടുവന്നു. ഇനിയുള്ള മോഷണ കേസിൽ തന്നെ ജയിലിൽ കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു, അത്യുത്തമൻ. പട്ടി പെട്ടി അടിച്ചോണ്ട് പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ. അടുക്കള എവിടാ? ഇവിടെ. ഞാൻ പോയി കുറച്ച് ആര്യവേപ്പിലിട്ട് വെള്ളം ചൂടാക്കട്ടെ. എന്തിന്? അല്ലാതെ എനിക്ക് നീ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈഡി. നല്ലതായിരുന്നു, രസമുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യം ഒരു പുതിയ സാധനമാണ് തപ്പിയെടുത്തത്. പക്ഷെ ഒരു കാര്യം മറന്നാണ് പിന്നെ നിങ്ങൾ തീരുന്നിടം വരെയും കളിച്ചത്. എന്താണെന്നറിയോ? പ്രോപ്പർട്ടി. ആ പെട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഡയമണ്ട്സിന്റെ ബാഗ് ആയിരുന്നു പറയുന്നത്. ആ കിറ്റാണ് കൊടുത്തു വിട്ടത്. ആ കിഴിയാണ് കൊടുത്തു വിട്ടത്. പെട്ടിന്നാണ് തീരുന്നിടം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാ. ആ, അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ആ സാധനം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ തന്ന സാധനം എവിടെയെന്ന്. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളുടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഒരു പുതുമയുള്ള ഒരു സാധനമായിരുന്നു.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളവർ കൊടുക്കുന്നതും എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ കറക്റ്റ്. ആ മറ്റേ മൊബൈലിന്റെ സാധനമൊക്കെ നല്ല രസമായിരുന്നു തിരിച്ചു വെച്ചതേ. അതൊക്കെ എല്ലാ സാധനങ്ങളും നിങ്ങൾ ഉപയോഗിച്ചു, പക്ഷെ ഈ ഒരു സാധനം മാത്രം വിട്ടുപോയി. അതൊരു തെറ്റായിട്ട് പറയുന്നതല്ല, പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അംബികമ്മ. നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഫോൺ മറന്നിട്ട് പഴം ചാർജ് ചെയ്യാൻ വെച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്ലോറിഡയിൽ നിൽക്കേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്ന ആദ്യത്തെ ആ പാട്ടും ആ നീന്തലും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കും ആ പെട്ടിയുടെ കാര്യം അയ്യോ പെട്ടിയല്ല കിഴിയെന്ന് പറയണമെന്നങ്ങ് മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഒന്നും പറയാനും പറ്റുന്നില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതായിട്ട് ഫീൽ ചെയ്തത്. ശരിയാ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഇതായിട്ട് മാറും. ബട്ട് എനിക്ക് നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിരുന്നു. നന്നായിരുന്നു കേട്ടോ. 3 പേരും നിങ്ങളുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തു. കാരണം മറവിയാണ്, മുതലാളിക്ക് മറവിയാണെങ്കിൽ ആ മറവിനെ കുറിച്ചുള്ള ഒരുപാട് തമാശകൾ അത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോൺ വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന അതേ തമാശകൾ ഉൾപ്പെടുന്ന ആ ഒരു ഡോൺ, അത് കറക്റ്റായിട്ട് രാജേഷ് ഒരിക്കലും ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സ്കിറ്റിലും താഴെ പോയിട്ടില്ല കേട്ടോ. മുന്നോട്ട് തന്നെയാണ്. അല്ലല്ല, അത് പേഴ്സണലായിട്ട് പറയുകയാണ് ഞാൻ. അത് ഒരു പ്രാവശ്യവും താഴേക്ക് പോയിട്ടില്ല. അപ്പോൾ അവസാനം ഈ പറഞ്ഞ കൂട്ട് വേലക്കാരൻ ഡോൺ ആവണതും ഡോണായിട്ട് വന്നവൻ വേലക്കാരൻ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എവിടെയോ ഇത്തിരി ഹ്യൂമർ കുറവുണ്ടെന്നുള്ളൂ. നിങ്ങളുടെ പാർട്ട് 3 പേരും നല്ല രസമായിട്ട് ചെയ്ത്, കണ്ടന്റ് നല്ലായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഗംഭീരമാക്കാം. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഇത് മോശമല്ലായിരുന്നു. പക്ഷെ മറ്റത് നേരത്തെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതിയൊക്കെ വരുള്ളൂ. അപ്പോൾ അതേപോലത്തെ സ്കിറ്റുകൾ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ആരാണ് എത്രയാണ് കൊടുക്കുന്നത്? ഞാനൊരു 13,000 രൂപ കൊടുക്കും. 13,000 രൂപ. ഞാൻ ഒട്ടും താത്തുന്നില്ല. നസീർക്കട പോലെ തന്നെ 13,000. 26,000 രൂപ ആയിട്ടുണ്ട്. അംബികമ്മ, ഞാൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഓക്കെ, മറവിക്കൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അവൻ പോയാലും പുതിയ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ. ബായ്, നല്ല സ്ഥലമാണ്, ഇവിടെ തന്നെ തുടരുക. ഓക്കെ, കാണാം എവിടെയെങ്കിലും വെച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേരുടെ ടീം ട്രിപ്ലസ് റെഡിയാണ്. വിളിക്കട്ടെ? വിളി. സെൽവൻ, സൂര്യശ്രീ, ശ്യാമ, അടിക്കൈ. ആ സിന്ധു ചേച്ചി, ഞങ്ങൾ ഇങ്ങ് വെളുപ്പാങ്കാലത്തെ ഇങ്ങ് എത്തി കേട്ടോ. അയലോക്കക്കാരെ ഒരാളെ പോലും ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. എൻ്റെ ചേട്ടനാണ് ഞങ്ങൾ ഭയങ്കര ദേഷ്യമാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു തേയില വാങ്ങിച്ചു. ആ തേയില എന്ന് വീട്ടിൽ വാങ്ങിക്കുന്നു അന്നെല്ലാം പുള്ളിക്കാരൻ വഴക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം ട്രിപ്ലസിന്റെ ഒരു തേയില വാങ്ങിച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ വഴി 1ാം സമ്മാനമായ 10 ലക്ഷം ഈ കാണുന്ന വീടും ഞങ്ങൾക്ക് അടിച്ച 1ാം സമ്മാനം. എന്തോന്നു മീൻകറി അടുപ്പത്തിരിക്കുന്നു? അല്ലേ നിക്ക്, ഞാൻ ബാക്കി കൂടെ ഒന്ന് പറയട്ടെ. നില്ല് പോവല്ലേ. ഇത് പോക്കെന്താന്ന് എനിക്ക് മനസ്സിലായി. അയലോക്കക്കാര് നന്നാവുന്നത് ഇഷ്ടമല്ല. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കുശുമ്പ്, അസൂയെന്ന്. മനസ്സിലായോ? അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാ. ചിറ്റേ, അയ്യോ എന്റെ ചിറ്റേ, വെളുപ്പിനെ ഞങ്ങൾ ഇങ്ങെത്തിയെന്ന്. വീടോ? ഇത് സ്വർഗമല്ലയോ? സ്വർഗം. ചിറ്റയുടെ വീട് പോലൊന്നും അല്ല. ആ വീടിന്റെ അത്രയുണ്ട് ഇതിനകത്തെ ബാത്റൂം. ഇങ്ങോട്ട് തിരിച്ച ചൂടുവെള്ളം, ഇങ്ങോട്ട് തിരിച്ച പച്ചവെള്ളം. മേളീന്ന് ഇങ്ങനെ മഴ പോലെ പെയ്യുമല്ലയോ. ഓടി നടന്ന് നമുക്ക് കുളിക്കാം. 2,000 രൂപ വേണോന്ന്? എന്റെ ചിറ്റ ഇഷ്ടം പോലെ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ചേട്ടൻ തരും. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേക്ക്. മാപ്പിളയുടെ അടുത്തൊന്ന് ഗൂഗിൾ പേ വഴി അയച്ചു തരാനോ? ഗൂഗിൾ പേ അല്ല, ഗൂഗിൾ പേ വഴി ഞാൻ അയച്ചു തരാം. ഞാൻ പറയുന്ന കേക്ക്. ഹലോ, ഒരാൾക്കും നമ്മുടെ കാര്യങ്ങൾ അറിയണ്ട, കാശ് മാത്രം മതി. കാശ് വിളിക്കട്ടെ, ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വിളിക്കട്ടെ. എന്റെ അച്ഛനോട് ഞാൻ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ വയ്യാതെ കിടന്നപ്പോ ഷവർമ്മ വേണോന്ന് പറഞ്ഞു. ഷവർമ്മ മേടിക്കാൻ കാശില്ലാത്ത ഞാൻ ജഗന്നാഥ വർമ്മയുടെ ഫോട്ടോ കാണിച്ച് ഞാൻ അച്ഛനെ പറ്റി. എന്നോട് പൊറുക്കണേ അച്ഛ. ഇന്ന് എനിക്ക് 1000-ലധികം ഷവർമ്മ മേടിക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷെ അത് തിന്നാൻ അച്ഛന് ഭാഗ്യമില്ലല്ലോ അച്ഛാ. അതെ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ വീടിന്റെ ബാത്റൂം എന്ന് പറഞ്ഞ മെമ്പർ സുഖു ഇങ്ങനെ തൊഴുതോണ്ട് നിൽക്കുന്ന ഫ്ലെക്സ് ആണല്ലോ. അതൊന്ന് മാറ്റിയിട്ട് അവിടെ ഒരു വാതിലിടണോന്ന് അമ്മ പറഞ്ഞു. ലില്ലിക്കുട്ടി, നമ്മളെ പൈസ നമ്മളെ വീട്ടുകാർക്ക് കൂടെ ചെലവാക്കണം. ഞാൻ ചെലവാക്കാതിരിക്കൂ? ഞാൻ ചെന്ന ഫ്ലെക്സ് ഇന്നലെ തന്നെ മാറ്റിയെന്ന്. വാതിൽ വെച്ചല്ല, സുരഭി റൈസിന്റെ അരിയില്ലേ, ചാക്കില്ലേ, അത് വലിച്ച് കെട്ടി വെച്ചു കൊടുത്തു.
അത്രേ ഞാൻ ചെയ്തു. നിങ്ങളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആ, പറ. ആ അടുക്കള ഒന്ന് പുതുക്കി പണിയണോന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ 4 മണിക്ക് 1.5 ലക്ഷം രൂപ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. കൊടുത്തോ? പിന്നെ കൊടുത്തോ? അപ്പൊ നിങ്ങളുടെ കാര്യത്തിന് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ കാശ് കൊടുക്കും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കാശില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ തേയില വഴിയാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മമ്മട്ടിയും ചുമന്ന ആ വയലിൽ പോയി കൊക്കിനെ കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കാനും നിങ്ങൾക്ക് അറിയാമോ? അല്ല ലിലിക്കുട്ടി, നീ ഇങ്ങനെ പിണങ്ങാതിരിക്കും. ഒരിക്കലും കാര്യം എന്തെന്നറിയാം, നമ്മള് നല്ല വീട്. ഇല്ലല്ല, എനിക്ക് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. ദേഷ്യമില്ലെന്ന്, നീ എന്റെ ഭാഗ്യമാണ് അറിയാമോ. ആണോ? നീ വന്നതിന് ശേഷമാണ് ഈ വീടും കിട്ടി, ഈ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടിയത്. ആണോ? അതുകൊണ്ട് ഇനി നമ്മൾ പിണങ്ങരുത്, മനസ്സിലായോ? ലില്ലിക്കുട്ടി കണ്ടിന്യൂ നടക്കട്ടെ. അല്ല, നമ്മുടെ ചായയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ചായയുടെ ആരാ മനസ്സിലായില്ലല്ലേ? അത് രണ്ടുപേരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. നാട്ടിലെ കുട്ടികളോട് ചോദിച്ചാൽ പറയും ഞാൻ ആരാന്ന്. അയ്യോ ലില്ലിക്കുട്ടിന് മനസ്സിലായില്ലേ? അംഗൻവാടിയിൽ ഉപ്പ ഉണ്ടാക്കുന്ന ആള്. അങ്കമാടിയിൽ ഉപ്പാവ് ഉണ്ടാക്കുന്ന ആളാ. നാട്ടിലെ കുട്ടിയൊക്കെ അറിയാന്ന് പറഞ്ഞു. എടോ നെയ്ബർ ആണോ നെയ്ബർ? ഓ, ഞാൻ ടി.വി കണ്ടിട്ടുണ്ട്. ഒരു ബോളിന്റെ പുറകെ ഇങ്ങനെ പാഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് നെയ്മർ. അയൽവാസിയാണ് ഞാൻ. അയൽവാസിയാ. ഇവിടെ പാങ്കടത്തെയും തീറ്റയും എന്ന് പറഞ്ഞ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. സാറേ, ഞാൻ ലില്ലിക്കുട്ടി. ഞാൻ സണ്ണിക്കുട്ടി. നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലിക്കുട്ടി ആരാ കെട്ടിച്ചു വിട്ടേ? അല്ല സാറേ, സാറിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ സാറേ. അല്ല, ഞാൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കേപ്പുറത്ത് ഒരു വാതിലുണ്ടല്ലോ. അവിടെ ഉണ്ട്. ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പാണ്. ആ വാതിൽ രാവിലെ ഒരു 4 മണി തൊട്ട് 7 മണി വരെ നിങ്ങൾ തുറക്കരുത്. അല്ല, അതിപ്പോ നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച വീടിന്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വേറൊന്നും കൊണ്ടല്ല, എന്റെ പൊസിഷൻ കൊണ്ടാണ് ഞാൻ പറയുന്നത്. 4 മണി തൊട്ട് 7 മണി വരെ ആ വാതിൽ നിങ്ങൾ തുറക്കരുത്. വടക്കേപ്പുറത്തുള്ള വാതിൽ നിങ്ങൾ തുറക്കരുത്. അല്ല, അത് തുറന്ന ഇപ്പൊ എന്താണ് കുഴപ്പം? മനുഷ്യ, എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇഷ്ടമല്ല. അതിന് നമ്മളവിടെ കുളിരും കാറ്റും എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇതിന് നമ്മളൊരു 40 പേര് അടങ്ങുന്ന സംഘം അതുവഴി പാസ് ചെയ്ത് പോവും. അതെ. അല്ല സാറേ, ഈ സംഘം എന്ന് പറയുമ്പോ അയലോക്കത്തിൽ ആരെയും താമസിക്കുന്നത്? ആരും പരിചയപ്പെട്ടില്ല. ദേ അവിടെ പോലീസ്, ഇവിടെ വക്കീല്, പിറകുവശത്ത് ജഡ്ജ്, അങ്ങനെ 4 വഴിക്കും ആൾക്കാരാ. അപ്പൊ നമ്മൾ രണ്ടൊരു വഴക്കുണ്ടാക്കി ഒരു കേസ് ആക്കി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ ഇവിടെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദേ ആ വീട്ടിലെ പോലീസുകാരനെ സൂക്ഷിക്കണം കേട്ടോ. പിടിവാശിയാ. ഞാൻ കണ്ടതാ ഒരു ജെന്റിൽമാന്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് പൊക്കിയെടുത്ത് കായലിലേക്ക് ഇട്ടോ. ഈ ചെറുക്കൻ കായലിൽ കിടന്ന് കയ്യും കാലോട്ട് അടിക്കുന്നെന്ന്. സാറ് നോക്കിക്കൊണ്ട് നിൽക്കാതെ ഒരു കൈ കൊടുത്ത് അവൻ സഹായിച്ചുകൂടായിരുന്നു സാറേ? ഇത് രണ്ടും കൂടെ എങ്ങനെ ചെയ്യും? കായലിൽ കിടന്ന് കയ്യും കാലോട്ട് അടിച്ച് കൈ കൊടുത്ത് എങ്ങനെയാണ് ഇത്? രണ്ടും കൂടെ ചെയ്യാൻ പറ്റും? അല്ല സാറ്, ഞങ്ങൾക്ക് ഈ പരിസരവും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആരും പരിചയമില്ല. ഇവിടെ ഈ മാർക്കറ്റ് ഒക്കെ എവിടെയാ സാറേ? എന്തിനാ ലില്ലിക്കുട്ടി മാർക്കറ്റ്? നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു ആപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആപ്പുണ്ട്. ഞാൻ നമ്പർ തരൂ. അല്ല, ആ ആപ്പ് അങ്ങോട്ട് പോണ്ട, ഞാൻ നമ്പർ തരാം. 98 46 58 03 92. ദൈവമേ, അറിയാതെ പോലും ഒരു മിസ് കാൾ ഇതിൽ പോവില്ലേ? അല്ല, സാറിന്റെ ജോലി ഞാൻ സുരഭി ബ്യൂട്ടി പാർലർ ജംഗ്ഷനിലുള്ള വലിയ ബ്യൂട്ടി പാർലർ. ആളെ മനസ്സിലായില്ല സാറേ. ഇരിക്കും സാറേ. മനസ്സിലായില്ലായിരുന്നു. ഫേഷ്യലിനൊക്കെ എങ്ങനെ സാറേ റേറ്റ്? ഫേഷ്യലിനാണെങ്കിൽ സ്ത്രീകൾക്ക് 250 രൂപ ഫേഷ്യൽ ഉള്ളൂ. അതെ. അപ്പൊ ആണുങ്ങൾക്കാ 25,000. ആ പരിസരത്ത് ആണുങ്ങൾ വരരുത്. എന്തെങ്കിലും ഓഫർ ഉണ്ടോ അവിടെ? ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെഡിക്യൂർ ആരംഭിച്ചിട്ടുണ്ട്. ഓഫറിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വന്ന് പെഡിക്യൂർ ചെയ്യാം. എന്തിന്? ഇത്രയും വലിയ വീട്, 5 ബാത്റൂം, നമുക്ക് ഇവിടെ പെഡിക്യൂർ ചെയ്താൽ പോരെ? എന്തിന് നിങ്ങളെ പൈസ തന്നിട്ട് അവിടെ വന്ന് പെഡിക്യൂർ ചെയ്യണം? നിങ്ങൾ എന്തോ ഈ പറയുന്ന ബാത്റൂമാ? പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ മീനെ കൊണ്ട് കൊത്തിക്കും നിങ്ങളെ. അതാണ് ട്രീറ്റ്മെന്റ്. മീനെ കൊണ്ട് കൊത്തിക്കും? പിന്നെ അത് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ കാര്യം? എന്താ ലില്ലിക്കുട്ടി ഇങ്ങനെയൊക്കെ? അതെ സാറേ, എനിക്ക് ഈ ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ചേട്ടനെ ഒന്ന് മോഡേൺ ആക്കി എടുക്കണം എനിക്ക്. ഇത് ഇനിയിപ്പം പുഴുങ്ങിയെടുത്താൽ മതി. അല്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സംഭവം ഉണ്ട്. അല്ല, ഒന്ന് മോഡേൺ ആക്കി ഒന്ന് സ്റ്റൈലാക്കി എടുക്കണം. എന്തിനാണ് പഴയ വണ്ടിയൊക്കെ പുതുക്കാൻ നിൽക്കുന്ന? പുതിയ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കണം. പറഞ്ഞതാണ്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പ്രേമം പ്രണയമൊക്കെ ഉള്ള. എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹമൊക്കെ? പക്ക അറേഞ്ച് മാരേജ്. ഇവളെ വീട്ടുകാർ കിണറ്റിരുന്ന വലയില്ലേ, അത് വെച്ച് അറേഞ്ച് ചെയ്ത് ഞാൻ ചെന്ന് കയറി കൊടുത്ത് വല പിടിച്ച് കെട്ടിച്ചു. ഓ, അങ്ങനെയാണോ? ഞാന് തമാശ പറഞ്ഞാണ്. ഇവളെ മീൻകറിയിലാണ് ഞാൻ വീണത്.
എന്നിട്ട് എപ്പോ ഈ കുടംപുളി കഴുകി എടുത്തത്? മീൻകറിയുടെ ടേസ്റ്റ് ആണ് ചേട്ടാ ഉദ്ദേശിച്ചത്. നല്ല ഒരു ഒന്നാം തരം മീൻകറിയിൽ ഒരു പൂച്ച വന്ന് ചാടി എനക്ക് തോന്നുന്നു. അല്ല ഇതെന്തോ സംഭവം? ഇതേതാ ജൂനിയർ ജൂനിയർ മാൻഡ്രേക്കല്ല, പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛനാ. അച്ഛന് പിന്നെ അച്ഛന്റെ പ്രതിമയാണ്. ആള് ഐശ്വര്യമുള്ള ആളാ. ഞാൻ അച്ഛനെ കണി കണ്ടിട്ടാണ് ഞാൻ ഇവിടെ പെണ്ണാൻ പോയത്, എന്നല്ലേ കെട്ടിയത്. അയ്യോ വേൾഡ് കപ്പ് കിട്ടണക്കല്ലേ? പിന്നല്ലാതെ അപ്പൊ ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യനല്ലേ അച്ഛൻ പാവം. അച്ഛൻ്റെ അങ്ങനെ എന്തോ സംഭവം? അയ്യോ എന്റെ അച്ഛൻ തള്ളിയിട്ട് കൊന്ന ഈ കാലം. അയ്യോ എന്റെ അച്ഛനെ തള്ളിയിട്ട് കൊന്ന ഈ കാലം. അല്ല ഇത് ഞാനിതിപ്പോ ഇതിപ്പോ ഇതിൽ തൊട്ടതേ ഉള്ളൂ. അതിപ്പോ അത് പൊളിഞ്ഞു. സാറാ ഇങ്ങനെ ചെയ്ത അയാൾക്ക് എന്തോരം ജീവനാന്നറിയോ വേടച്ഛനെ. അല്ല ഇത് പറച്ചിലേട്ട് ഞാനെന്തോ കൊക്കയെ തള്ളിയിട്ടോ പോലെ അച്ഛനെ. ഇങ്ങനെ ആക്കി വെച്ചാൽ അയാൾക്ക് സഹിക്കുമോ അത്? നീ എന്തിനാ ഞാൻ രാവിലെ കറി വന്നത് നമ്മളെ വീട്ടിൽ ശല്യം ചെയ്യാൻ വേണ്ടി? ഇവിടെ എവിടെ സാറേ പശ ഇരിക്കുന്നത്? അത് വേറെ പിള്ളേരുടെ അങ്ങോട്ട് പശ ഉണ്ടോ ഞാൻ നോക്കുന്നു. എന്റെ ദൈവമേ, എന്റെ പൊന്നെ, ഇത് ഒറിജിനൽ അച്ഛ പോയാലും ഇങ്ങനെ കരച്ചില്ല. സാറിനാണ്ട് പശയുണ്ട്, ഇത് വെച്ച് ഒട്ടിച്ചു കൊടുക്കും സാറേ. ഇത് തന്നെ അച്ഛൻ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്ര പിടിവാശിയാണെങ്കിൽ വീട്ടിലൊരു അച്ഛനുണ്ട്. എന്റെ കിട്ടണ എല്ലാം മേടിച്ചു തന്നിട്ട് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കണം. അതെടുത്ത് തന്നാ മതിയാ? ഇതെന്തോ പുള്ളി എനിക്കറിയത്തില്ല സാർ, അത്രയ്ക്ക് ജീവനാച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ? പക്ഷേ മൊത്തമായി സാർ ഇത് അങ്ങ് അദ്ദേഹമാണെങ്കിൽ എനിക്കറിയത്തില്ല, ഒരു ഓർമ്മ വെച്ച് ചെയ്യുന്ന പുള്ളിക്കാണ് BP അറിയാമോ? ഭയങ്കര ടെൻഷൻ ആയി കഴിഞ്ഞാൽ പശ മൊത്തം കയ്യിലായി. എന്റെ 5000 രൂപയുടെ ചുരിദാർ, എന്റെ ചുരിദാർ, എന്റെ ദൈവമേ, ലോട്ടറി അടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച എന്റെ ചുരിദാർ നശിപ്പിച്ച്. എടാ കാലം എനിക്ക് ചുരിദാർ വാങ്ങിച്ചാടാ, എനിക്ക് ചുരിദാർ വാങ്ങിച്ചാടാ പറഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, എന്റെ ചുരിദാർ കിടക്കുന്ന കോലം കണ്ടോ? അയ്യോ ഇതിനകത്ത് പശ തേച്ചേ, ഞാൻ ഇനി ഇതെങ്ങനെ ഇട്ടോണ്ട് വെളിയിൽ പോയാൽ എനിക്ക് വാങ്ങിച്ചാടാ എനിക്ക് ചുരിദാർ. പുള്ളിക്ക് എന്തോന്ന് പറഞ്ഞു? അയാൾക്ക് BP. പുള്ളിക്ക് BP. അപ്പൊ നിനക്ക് BP ഇത് വാങ്ങിച്ചു തന്നാ മതി. എനിക്ക് ചൂടാവേണ്ട കാര്യം വടക്കേപ്പുറത്തെ വാതിൽ തുറക്കായിരുന്നു. ഞാൻ പറയുന്നൊന്ന് കേൾക്കണോ? ഞാൻ പറയുന്നു വടക്കേപ്പുറത്തെ വാതിൽ തുറക്കായിരുന്നാ മതി. ഞാൻ പൊക്കോളാം. ഇങ്ങനെ ഉണ്ടോ? ഓരോ അയലൊക്കെക്കാർ രാവിലെ ഇങ്ങോട്ട് കയറി വന്നോളൂ. എന്തോ കാര്യത്തിനത് മനുഷ്യന്റെ ചുരിദാർ കിടക്കുന്ന കിടപ്പുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. എന്തോന്ന്? നമുക്ക് വീടും കാര്യങ്ങളെല്ലാം കിട്ടിയെന്നാൽ നമ്മൾ സാധാരണക്കാരാണ്. ചുറ്റും താമസിക്കുന്ന എല്ലാം പണക്കാർ. ഓരോരുത്തർ ഈ വീട്ടിനകത്ത് കയറ്റിക്കോరు പറഞ്ഞിട്ടുണ്ട്. അത് ഞാനാണോ തീരുമാനിക്കണം? നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അല്ല ഞാൻ വേറൊന്നുമല്ല വന്ന മറ്റേ ആ ലിവറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്കൊന്ന് നോക്കിയാലോ? നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഇങ്ങനെ ഒരു നൈബറിനെ കിട്ടണം. ഇതിലും ഇദ്ദേഹം ബാച്ചിലറാണ് അല്ലേ? വയസ്സായ അതെ അതെ, 48 വയസ്സുള്ള ക്രിക്കറ്റർ. നന്നായിരുന്നു. നിങ്ങൾ ഉപയോഗിച്ച ആ ഭാഷയും ആ ബോഡി ലാംഗ്വേജും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അവരവരുടെ റോള് നല്ല മനോഹരമായിട്ട് ഞാൻ വിചാരിച്ചു. ആ അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്ത് പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു സംഗതി ഇതാവും എന്നുള്ളത്. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക് യു. ചേട്ടാ, നമ്മുടെ സെൽവൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അർമാദിച്ച് പോകേണ്ടതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൽ അങ്ങനെ കാണാൻ പറ്റില്ല, നമുക്കങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരു മധ്യസ്ഥ നിന്നിട്ടും അല്ലെങ്കിൽ വേറൊരാൾ നെയ്ബർ വന്നിട്ടും ഉള്ളൊരു എന്താ തമാശ ഫീൽ ചെയ്തില്ല. പിന്നെ പറഞ്ഞിട്ട് ശ്യാമു വന്ന അച്ഛനെ തൊഴുകണ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ പറഞ്ഞ സാധനമൊക്കെ നല്ലതായിരുന്നു. കാരണം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഷവർമ്മ ചോദിച്ച് എന്നിട്ട് ജഗന്നാഥ വർമ്മയുടെ ഫോട്ടോ കാണിച്ച് ആ സാധനമൊക്കെ നല്ലായിരുന്നു. അതിനകത്ത് അത്യാവശ്യം തമാശകൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ ഒരു സ്ഥിരം സ്കിറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കെന്നല്ല, വളരെ പോരായ്മ എനിക്ക് തോന്നിയിരുന്നു. ശ്യാമൻ നന്നായിരുന്നു കേട്ടോ. ശ്യാമിൻ്റെ ആ ക്യാരക്ടർ വിടാതെ ശ്യാമ നന്നായിട്ട് കളിച്ച് അത് കൊണ്ടുവന്നെത്തിച്ച്. തമാശയുടെ കുറവുണ്ടെന്നുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കും, അതറിയാം. ഗംഭീരമാക്കി വന്നാൽ മതി കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അല്ല, സെൽവൻ ടീമിനോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതെ 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 അതെ,
നല്ല ഹൈപ്പുള്ള സ്കിറ്റിന് പറഞ്ഞാലും ഇച്ചിരി പോരായികളുള്ള സ്കിറ്റിന് പറഞ്ഞാലും അവൻ്റെ മുഖം ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ 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 അതെ. അതുകൊണ്ട് നമുക്ക് മനസ്സ് തുറന്ന് പറയാം. ഇതിൽ ചിരി കുറവായിരുന്നു, സത്യമാണ്. പക്ഷെ ഉള്ളത് നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. അതല്ല നമുക്ക് ആവശ്യം എന്നുള്ളതും നിങ്ങൾക്കറിയാം തന്നെ. ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു. അത്യാവശ്യം കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു കളിയുടെ ഒരു റേഞ്ച് നമുക്ക് കിട്ടിയില്ല, അത് സത്യമാണ്. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക. ഓക്കെ ഓക്കെ ശരി. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. ഞാൻ ഒരു 7000 രൂപ കൊടുക്കും. 13000 രൂപ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വായിച്ചോ. 35,000 രൂപ. ഓക്കെ, അടുത്തതിൽ പിടിക്കാം. ഇത് പോയി, അത് പോട്ടെ. ഞാൻ അടുത്തതിൽ പിടിക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഇന്നത്തെ സമയം ഏതാണ്ടെന്നല്ല കഴിഞ്ഞു. നമ്മൾ ഇതിലും നല്ല സ്കിറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.